മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കരയണമെന്നില്ല, അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ എപ്പോഴും ഒരു അൺഎക്സ്പ്ലെയിൻഡ് ക്രൈയിങ് പോലെ ആയിരിക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പ്രത്യേകിച്ച് ട്രിഗർ ഒന്നും ഇല്ലെങ്കിൽ പോലും കരയുന്നതായിട്ട് കാണും. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടൈം. സ്കൂളുകൾ തുറന്നു. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ആൻസൈറ്റിയാണിത്. എപ്പോഴും ഒരു ഇറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മൂഡ്. നമ്മൾ എങ്ങനെയൊക്കെ അവരെ കംഫർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് കംഫർട്ട് ആകാൻ പറ്റാത്തൊരവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആങ്കർ പെട്ടെന്ന് വരുന്നു. ചിലപ്പോൾ ആ ആങ്കർ അഗ്രസീവ് മോഡിലേക്ക് വരെ പോകുന്നു. ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി. സ്കൂളുകൾ തുറന്നു. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ആൻസൈറ്റിയാണിത്, ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി. നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇതുണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പ്രത്യേകിച്ച് ഫസ്റ്റ് സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സ്കൂൾ ചേഞ്ച് ചെയ്യുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പൊതുവേ കുറച്ച് ഒരു ടെൻഷനുള്ള ആങ്ഷ്യസ് ആയിട്ടുള്ള കുട്ടികളിലൊക്കെ ഇത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം നമ്മുടെ കുട്ടിക്ക് ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് കാണിക്കുന്ന ചില സൈൻസ് ആൻഡ് സിംറ്റംസ് ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, അവർ വല്ലാതെ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ക്രൈയിങ് ഉണ്ടാവും, കരച്ചിലായിരിക്കും. ഇനി ചില മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കരയണമെന്നില്ല, അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ എപ്പോഴും ഒരു അൺഎക്സ്പ്ലെയിൻഡ് ക്രൈയിങ് പോലെ ആയിരിക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പ്രത്യേകിച്ച് ട്രിഗർ ഒന്നും ഇല്ലെങ്കിൽ പോലും കരയുന്നതായിട്ട് കാണും. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടൈം. ദ സെക്കൻഡ് തിങ് ഈസ് ട്രബിൾ സ്ലീപ്പിംഗ്. വേക്കിംഗ് അപ്പ് ഏർലി ഓർ സ്ലീപ്പിൻ്റെ ഓൺസെറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടോ, പെട്ടെന്ന് സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ഇന്ന് പോകണമല്ലോ എന്നുള്ള ആൻസൈറ്റിയിൽ ചാടി ഉണരുന്നു, അല്ലെങ്കിൽ രാത്രിയിൽ ആ ആൻസൈറ്റിയിൽ ഉറക്കം കിട്ടാതെ ഇരിക്കുന്നു. ഗ്രാജുവലി ഇത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അറ്റൻഷനെയും കോൺസെൻട്രേഷനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രബിൾ സ്ലീപ്പിംഗ് ആണെങ്കിൽ കൃത്യമായിട്ടും അതൊരു ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി ആണെന്ന്, അതിൻ്റെ ഒരു സൈൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഈസ് ആങ്കർ ആൻഡ് ഇറിറ്റബിലിറ്റി. എപ്പോഴും ഒരു ദേഷ്യഭാവം, എപ്പോഴും ഒരു ഇറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മൂഡ്. നമ്മൾ എങ്ങനെയൊക്കെ അവരെ കംഫർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് കംഫർട്ട് ആകാൻ പറ്റാത്തൊരവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആങ്കർ പെട്ടെന്ന് വരുന്നു. ചിലപ്പോൾ ആ ആങ്കർ അഗ്രസീവ് മോഡിലേക്ക് വരെ പോകുന്നു. സാധനങ്ങൾ വലിച്ചെറിയുക, അല്ലെങ്കിൽ സ്കൂൾ ബാഗുകൾ വലിച്ചെറിയുക, ഷൂസ് എവിടെയെങ്കിലുമൊക്കെ അലസമായിട്ടിട്ടിട്ട് പോവുക. അങ്ങനെ പല പല നേച്ചർ നമുക്ക് അവരുടെ ബിഹേവിയറിൽ കാണാനായിട്ട് സാധിക്കും. സിബ്ലിങ്സിനോട് വല്ലാത്ത ദേഷ്യം ഉണ്ടാകുക, പേരൻസിനോട് ദേഷ്യം ഉണ്ടാകുക. അപ്പോൾ ആങ്കർ ആൻഡ് ഇറിറ്റബിലിറ്റി കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി സൈനായിട്ട് കാണാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ടെമ്പർ ടാൻട്രംസ്. നേരത്തെ നമ്മൾ കണ്ട പോലെ ആ ഒരു ഇറിറ്റബിലിറ്റി, അതിൽ നിന്ന് പെട്ടെന്ന് അവരുടെ ടെമ്പറിന് ഒരു സ്വിങ്സ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഡിഗ്രീസ് മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു വല്ലാത്ത ടാൻട്രം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ, വളരെ സൈലൻ്റായിട്ടിരുന്ന കുട്ടികൾ പോലും ഈ ഒരു ആൻസൈറ്റി കാരണം ഇത്തരത്തിലുള്ള ടാൻട്രംസിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് ക്ലിങ്ങിങ് മോഡ്. ക്ലിങ്ങിങ് മോഡ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ആ ഒരു പേരൻസിനോടുള്ള ക്ലിങ്ങിങ്നെസ് ഉണ്ട്, പ്രത്യേകിച്ച് അമ്മമാരോട് ക്ലിങ്ങിങ്നെസ് ഉണ്ട്. പക്ഷേ നേരത്തതിനേക്കാളും മുൻപുണ്ടായിരുന്നതിനേക്കാളും കവിഞ്ഞ് എപ്പോഴും പേരൻസിൻ്റെ കൂടെ ആയിരിക്കണം. അല്ല, അമ്മ വേണം, അമ്മ അടുത്തുണ്ടായിരിക്കണം. അമ്മ ക്ലാസ്സിൻ്റെ വെളിയിലായാലും ആ വിൻഡോയിൽ കൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഡോർ അടയ്ക്കാൻ മിസ്സിനോട് സമ്മതിക്കാതിരിക്കുക. അമ്മ പുറത്ത് നിൽപ്പുണ്ടെന്നുള്ള ഒരു എന്താ കോൺസെപ്റ്റ് എങ്കിലും വേണം. അമ്മ പുറത്ത് നിൽക്കുന്നു എന്നുള്ള അല്ലെ ഉറപ്പ് വരുത്തണം. ഇങ്ങനെ ഒരു ക്ലിങ്ങിങ്നെസ് വല്ലാതെ നമ്മളെ വിട്ടുപോകാൻ, അല്ലെ പേരൻസിനെ വിട്ടുപിരിയാനുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ആൻസൈറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അതിൽ നിന്ന് കുട്ടിക്കൊരു സെപ്പറേഷൻ ആൻസൈറ്റി പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സെപ്പറേഷൻ ആൻസൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ, പേരൻസ് ഇല്ലാതാകുമ്പോൾ അവർക്കൊരു വല്ലാത്ത ഇൻസെക്യൂർ ഫീലിങ്സും അതുപോലെ തന്നെ ആ പുതിയ എൻവയോൺമെൻറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ സേഫർ സോണിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലും പാർട്ട് ഓഫ് ദിസ് ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റി. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ് ആണ്. റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുണ്ടാവും. എപ്പോഴും റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർ വല്ലാതെ ഓടി നടക്കുന്നു, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, ഇറിറ്റേറ്റ് ആകും എന്നുള്ളതിലുപരി അവർക്ക് സ്വയം ഒരു പാസീവ് മൂഡ് വരുന്നതും റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ ഒരു സൈൻ ആൻഡ് സിംറ്റമാണ്. അങ്ങനെ അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പാസീവ് മൂഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇറിറ്റബിൾ ആകുന്നുണ്ടെങ്കിൽ, സെപ്പറേഷൻ ആൻസൈറ്റി കൂടി വരുന്നുണ്ടെങ്കിൽ, ക്ലിങ്ങിങ്നെസ് കൂടി വരുന്നുണ്ടെങ്കിൽ അതൊരു
ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റിയുടെ സൈൻ ആൻഡ് സിംറ്റമായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ കൂടുതൽ അവരെ പ്രഷറൈസ് ചെയ്യാതെ, ഫോഴ്സ് ചെയ്യാതെ, അവർക്ക് കുറച്ചുകൂടെ അഷ്വറൻസ് കൊടുക്കുന്ന രീതിയിൽ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക, ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, അഷ്വറൻസ് കൂടാതെ അവർക്കൊരു സെക്യൂർ എൻവയോൺമെൻറ്റ്, ഒരു സേഫ് എൻവയോൺമെൻറ്റ്, അവരുടെ സ്കൂളും അവരുടെ പുതിയ എൻവയോൺമെൻറ്റും പുതിയ ടീച്ചേഴ്സും അല്ലെങ്കിൽ സ്റ്റുഡൻസും ഒക്കെ ഒരു സെക്യൂർ എൻവയോൺമെൻറ്റ് ആകുന്നിടം വരെ നമ്മളുടെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ചില ഫ്ലെക്സിബിലിറ്റീസ്, ഇപ്പോൾ സ്കൂൾസിന് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ചില സമയത്ത് ഫുൾ ടൈം ഇരിക്കണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ഭക്ഷണം കൊണ്ടുവരാവൂ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാവൂ എന്നൊക്കെ ഉള്ളത് സ്കൂളിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ പ്രഷർ കാരണം അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാതെ, ന്യൂ ടു സ്കൂൾ അല്ലെങ്കിൽ മൈ ചൈൽഡ് ഹാസ് ദിസ് കൈൻഡ് ഓഫ് ബിറ്റ് ആങ്ഷ്യസ് ഫീലിംഗ്, സോ ഐ നീഡ് സം കൈൻഡ് ഓഫ് റിലാക്സേഷൻ ഇൻ സർട്ടൻ തിങ്സ് എന്നുള്ളത് നമ്മൾ അതോറിറ്റീസുമായിട്ട് അറിയിക്കുകയും അതിനൊരു ഫ്ലെക്സിബിലിറ്റി വാങ്ങിച്ചെടുക്കുകയും ചെയ്യേണ്ടത് പേരൻസ് ചെയ്യേണ്ടുന്ന കടമയാണ്. പല പേരൻസും ഇതൊന്നും എൻ്റെ കുട്ടിക്ക് അത് പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് ആരും അറിയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കുഞ്ഞിന് കൂടുതൽ പ്രഷർ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതൊട്ടും നല്ലതല്ല. അവരെ പ്രഷറൈസ് ചെയ്യാതെ നമ്മൾ ആ സ്കൂളുമായിട്ട് അക്കോമഡേറ്റ് ആകുക, അല്ലെങ്കിൽ പഠിച്ച് മുതിരുക, അതൊക്കെ ഇതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും കുഞ്ഞിൻ്റെ ഇമോഷൻസും കുഞ്ഞിൻ്റെ ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ ഒരു ബാക്ക് ടു സ്കൂൾ പ്രോസസ്സ് നടക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ചൈൽഡ്സ് ഇമോഷണൽ വെൽബീയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ വെൽബീയിങ്ങിനോടൊപ്പം തന്നെ അക്കാഡമിക് മെറിറ്റിനോടൊപ്പം തന്നെ ഇമോഷണൽ വെൽബീയിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് സിസ്റ്റം ചെയ്തിട്ടും ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടും കുഞ്ഞ് ഓക്കെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. അതിൻ്റേതായിട്ടുള്ള എക്സ്പെർട്ടീസ് കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകളുടെ ഹെൽപ്പ് സീക്ക് ചെയ്ത് അവരെ ഓക്കെ ആക്കിയതിന് ശേഷം അവർക്ക് ന്യൂ എൻവയോൺമെൻറ്റിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി വരാനുള്ള സ്കിൽ സെറ്റുകൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവർ ആൻസൈറ്റിയെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം എൻവയോൺമെൻറ്റിലേക്ക് വിടുക. അല്ലാതെ നമ്മൾ പുഷ് ചെയ്ത് പ്രഷർ ചെയ്ത് വിട്ടാൽ, ഇപ്പോൾ സംഭവം അവർ ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ പേടിച്ച് ഭയപ്പെട്ട് പോയാലും മുതിർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് അവരുടെ അക്കാഡമിക്സിനെ പോലും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാക്ക് ടു സ്കൂൾ ആൻസൈറ്റിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് സിസ്റ്റവും പ്രൊവൈഡ് ചെയ്യുക. താങ്ക് യു.